നമസ്കാരം. മാതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് മക്കൾ. ചേലാട് കള്ളാട് ചെങ്ങമ്മനാട്ട് എൽദോസ്, സഹോദരി സിജ എന്നിവരാണ് മാതാവ് സാറാമ്മയുടെ മരണം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. വീട്ടിൽ നിന്നും മുമ്പൊരു തേങ്ങ പോലും മോഷണം പോയിട്ടില്ല. മാതാവിനെ കൊലപ്പെടുത്തിയവർ തങ്ങളുടെ ജീവനെടുക്കാനും മടിക്കില്ലെന്നാണ് കരുതുന്നത്. ഇതുമൂലം തങ്ങളും നാട്ടുകാരും വലിയ ഭയപ്പാടിലാണ് ഇപ്പോൾ കഴിയുന്നത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ബലം കാണാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് ഇരുവരും വ്യക്തമാക്കി. പട്ടാപ്പക ഇത്ര ക്രൂരമായ കൊല നടത്തിയിട്ടും പോലീസിന് ഇതുവരെ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഈ നാട്ടുകാരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം ഭയങ്കര ഭയപ്പാടിലാണ്. രാത്രിയിൽ ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങി നടക്കുവാനോ ഒന്നിനും സാധിക്കുന്നില്ല. അത് കാരണം CBIയിലേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എന്റെ അമ്മച്ചി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 51 വർഷമായി. ഒരു കുഴപ്പവും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരു തേങ്ങ പോലത്തെ ഒന്നും ഞങ്ങളുടെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് അറിയണം ഞങ്ങളുടെ അമ്മച്ചിനെ എന്തിനവര് ഇത് ചെയ്തത് ഞങ്ങൾക്ക് എന്തായാലും അറിയണം. കേസ് നടന്നിട്ട് ഇതുവരെയായിട്ട് ഒരു തെളിവോ ഒന്നും കിട്ടിയിട്ടില്ല. അവരെന്നും വരും, ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് എന്നും പോകുന്നു. പക്ഷെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർക്കും പേടിയാണ്. പുറത്ത് ഇറങ്ങാനും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. കാരണം ആള് പുറത്തുണ്ടെന്ന് ഒരു തോന്നലാണ്. ഞങ്ങളെയും ഇതുപോലെ ആക്കോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇതിനൊരു തീരുമാനം എന്തായാലും ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. അന്വേഷണം നടക്കുന്നുണ്ട്, പുരോഗമനം, പക്ഷെ യാതൊരു ഇത് എത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് CBIക്ക് പോകണമെന്ന് നല്ല ഇത് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് അറിയണം ഇത്. മാർച്ച് 25-ന് പകൽ വീട്ടിൽ തനിച്ചായിരുന്ന സാറാമ്മയെ ഡൈനിങ് ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മകൻ എൽദോസിനൊപ്പമാണ് സാറാമ്മ കഴിഞ്ഞിരുന്നത്. എൽദോസും ഭാര്യയും വീട്ടിൽ ഇല്ലാതിരുന്നപ്പോഴാണ് സാറാമ്മ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. കഴുത്തിലെ മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. ജോലി കഴിഞ്ഞെത്തിയ എൽദോസിന്റെ ഭാര്യയാണ് സാറാമ്മയെ രക്തത്തിൽ കുളിച്ച് അനക്കമറ്റ നിലയിൽ ആദ്യം കാണുന്നത്. പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല. തുടർന്ന് DYSPമാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘം ഇതുവരെ തിരച്ചിൽ നടത്തിയെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ലെന്നാണ് സൂചന. സമീപ വീടുകളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. വിവിധ മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തി അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് ഇത് സംബന്ധിച്ച് കോതമംഗലം പോലീസിന്റെ പ്രതികരണം. M4 മലയാളം, കോതമംഗലം.